നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലിനെ പറ്റിയിട്ടുള്ളതാണ്. മുടി കൊഴിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പല തരത്തിലുള്ള പാറ്റേൺസിലുള്ള മുടി കൊഴിച്ചിലായിരിക്കും പലർക്കും കാണുന്നുണ്ടാകുന്നത്. പുരുഷന്മാരുടെയും സ്ത്രീകളിലെയും മുടി കൊഴിച്ചിൽ വ്യത്യസ്തമായുള്ള രീതികളിലാണ്. പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും നമുക്ക് നെറ്റി ഉള്ളിലേക്ക് കയറിയ ഭാഗത്ത് പോലെയായിരിക്കും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഉച്ചി ഭാഗത്ത് ഉണ്ടാവാം. അതുപോലെ ശിരോചർമ്മത്തിന്റെ പുറകു ഭാഗങ്ങളിൽ ഒക്കെ തന്നെ മുടി കൊഴിച്ചിൽ കാണാറുണ്ട്. സ്ത്രീകളിലാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പാച്ചസുകൾ, അല്ലെങ്കിൽ ചില ഭാഗത്ത് മുടി ഉണ്ടാവും, ചില ഭാഗത്ത് മുടി തീരെ ഉണ്ടാവില്ല. അവർ പ്രധാനമായിട്ട് മുടി ചീകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് മാത്രം വകച്ചിലെടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ അമിതമായിട്ട് മുടി കൊഴിച്ചിൽ വരാം. അതുപോലെ മുടിക്ക് കട്ടി കുറവായിട്ട് വരാം. ഇങ്ങനെയാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മുടി റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്ത് കാര്യമാണ് നമ്മൾ ഉള്ളിൽ കഴിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പുറമേ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് ആയിട്ട് വരുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മുടി കൊഴിച്ചിലിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ നമുക്ക് പുറമേ മാത്രമുള്ളൊരു കാര്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ല. കാരണം ഇത് നമ്മുടെ ഉള്ളിലുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഈ മുടി കൊഴിച്ചിൽ നമുക്ക് പുറമേ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഉള്ളിലുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി മൂലം കൊണ്ട് നമുക്കിത് സംഭവിക്കാറുണ്ട്. അതായത് നമുക്ക് മുടികൾക്ക് ആരോഗ്യം കൂട്ടാൻ സഹായിക്കുന്ന ബയോട്ടിൻ, അതുപോലെ വിറ്റമിൻ B12, വിറ്റമിൻ B6, omega-3 ഫാറ്റി ആസിഡ്സ്, അയൺ മുതലായിട്ടുള്ള ഒരുപാട് വിറ്റമിൻസുകളും മിനറൽസുകളുടെയും അഭാവം കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ വരാറുണ്ട്. രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ട് ഹോർമോണൽ ഇംബാലൻസുകൾ വരുമ്പോൾ പ്രധാനമായിട്ടും DHT ഹോർമോണിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ അവർക്ക് വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ്. മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ തലയോട്ടിയിൽ അല്ലെങ്കിൽ ശിരോചർമ്മങ്ങളിൽ നമുക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല, രക്തയോട്ടം മതിയായ രീതിയിൽ നമുക്ക് തലയോട്ടിയിലേക്ക് നടക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇനി അവസാനമായിട്ട് വരുന്നത് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ്. നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവുക, അതുപോലെ നമുക്ക് ഉള്ളിൽ തന്നെ നമുക്ക് ഇന്റേണലി എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ആദ്യം കാണിക്കുന്നത് മുടി കൊഴിച്ചിലൂടെ ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടും പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ടുള്ളതും, പാരമ്പര്യം നമുക്ക് മറ്റ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈലിന്റെ വ്യത്യാസങ്ങൾ കൊണ്ടും മുടി കൊഴിച്ചിൽ കോമൺ ആയിട്ട് വരാറുണ്ട്. ഉദാഹരണത്തിന് അമിതമായിട്ട് നമുക്ക് കെമിക്കൽ പ്രൊഡക്ട്സ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സിറം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അമിതമായിട്ട് തലയിൽ നമ്മൾ പുരട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഹെയർ ഡ്രൈ നമ്മൾ അമിതമായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഹെയറിൽ ചെയ്യുന്നവർക്കും നമുക്ക് വളരെ നേരത്തെ തന്നെ മുടി കൊഴിച്ചിൽ വരാനും കഷണ്ടിയുടെ പ്രശ്നങ്ങൾ വരാൻ വേണ്ടിയിട്ടും കാരണമാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്ന് നോക്കാം. ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യമാണ്. അടുക്കളയിൽ എപ്പോഴും നമ്മൾ കറികളിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കാതെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരും എത്ര അളവുകളിലാണ് നമ്മൾ കഴിക്കേണ്ടതെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം അതിന്റെ എല്ലാ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാൻ അത് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കടുകാണ്. അപ്പോൾ കടുക് നമുക്ക് വളരെ എളുപ്പത്തിൽ അടുക്കളയിൽ ലഭിക്കുന്നതാണെങ്കിലും ഈ ഒരു ചെറിയ കടുകിൽ ഒരുപാട് വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ A, വിറ്റമിൻ C തുടങ്ങിയിട്ടുള്ളതും, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട്, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, അയൺ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ്സ്, omega-3, omega-6 ഫാറ്റി ആസിഡ്സും ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് ഈ ഒരു കടുകിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിൽ നമ്മൾ കഴിക്കുകയാണ്, പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഉള്ളിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ നമുക്ക് പലതരത്തിൽ നമുക്ക് കഷണ്ടിയുടെ വക്കിൽ തന്നെ എത്തിയിട്ടുള്ള ഒരുപാട് പേർക്ക് അത് നമുക്ക് റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് കടുക് നമ്മൾ എടുക്കുക, എന്നിട്ട് അത് നല്ല രീതിയിൽ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് അതിൽ നിന്നും 1 ടീസ്പൂൺ അളവ് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. ചെറിയ ടീസ്പൂണിൻ്റെ അളവാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് അത് നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങൾ ഇത് കഴിക്കേണ്ടതാണ്. അതായത് 1 ടീസ്പൂൺ നമ്മൾ വായിലേക്ക് വെക്കുക, അപ്പം തന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടിയിട്ട് അത് കഴിച്ച പാട് അതിനോടൊപ്പം തന്നെ നമ്മൾ ആ ചൂടുവെള്ളം കൂടിയിട്ട് കുടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ തന്നെ നമുക്ക് സമൃദ്ധമായിട്ട് ലഭിക്കുന്നതാണ്. മറ്റേതെന്ന് പറയുന്നത് നമുക്ക് നോർമലായിട്ട് നമ്മൾ കടുക് താളിച്ചിട്ടിടുന്ന സമയങ്ങളിൽ നമുക്ക് ഒരു വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, അപ്പോൾ നമ്മൾ ഒരു 1/2 സ്പൂൺ ആയിരിക്കും കടുകിടുന്നത്.
ഇടുന്നത്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു സ്പൂണായിരിക്കും കടുക് ഇടുന്നുണ്ടാവുന്നത്. അത് നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടിയിട്ട് അതാണ് കഴിക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ചിലപ്പോൾ കറികളിൽ നമ്മൾ താളിച്ചിടുമ്പോഴേക്കും കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതികളിൽ കഴിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ പ്രോപ്പർ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് ലഭിക്കാൻ സഹായകരമാവുകയും ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇത് ഈ ഒരു ഹെയർ ഗ്രോത്ത് മാത്രമല്ല, കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഹൃദയ ആരോഗ്യത്തിന്, അതുപോലെ സ്കിൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ രീതികളിൽ നിങ്ങൾക്ക് രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിന് ശേഷം ഒരു 5 ദിവസം ഗ്യാപ്പ് ഇടുക. വീണ്ടും 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇതുപോലൊരു 3 പ്രാവശ്യമായിട്ട് നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് പോരുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണലി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പുറമേ നമുക്ക് പുരട്ടാൻ പറ്റുന്ന ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റീഗ്രോത്തിന് വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്നതാണ്. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് മല്ലിയിലയാണ്. മല്ലിയില എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് നമുക്ക് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, സിങ്ക് അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ന്യൂട്രിയൻസ് ഇതിനകത്ത് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 1 പിടി മല്ലിയില, നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന 1 പിടി മല്ലിയിലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരുപാട് വലിയ കഷ്ണം എടുക്കരുത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാത്രം എടുക്കുക. ഇത് നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന നമുക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇനി ഹെയർ ഫോളിക്കിൾസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവയൊക്കെ തന്നെ മാറ്റാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇടുക. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട്, അധികം വെള്ളമൊന്നും ഒഴിക്കാതെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ 2 ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ ജെല്ലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമുക്ക് ചേർക്കാം. വീട്ടിൽ കറ്റാർവാഴ ജെല്ല് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറമേ നിന്ന് മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ജെല്ലും നമുക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കറ്റാർവാഴ ഹെയർ ഗ്രോത്തിനെ സഹായിക്കുകയും അതുപോലെ ഹെയർ ഫോളിക്കിൾസിലൊക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. അപ്പോൾ ഇതും ചേർക്കുക. ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് ആവണക്കെണ്ണയാണ്. അതായത് ഏകദേശം ഒരു 1/4 സ്പൂൺ അളവിലായിട്ടുള്ള ആവണക്കെണ്ണയാണ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണോ, നിങ്ങൾ കാച്ചി എണ്ണയാണോ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാം, വെളിച്ചെണ്ണയാണെങ്കിൽ അത് ഉപയോഗിക്കാം, ബദാം ഓയിലാണോ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു 1/4 സ്പൂണും കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇടുക എന്നുള്ളതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കോട്ടൺ ബോൾ കൊണ്ടിട്ട് നമ്മൾ എല്ലായിടത്തും, എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മുടിയുടെ ശിരോചർമ്മങ്ങളിലെല്ലാം എത്തുന്നത് പോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇത് പുരട്ടുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റിന് ശേഷം നമുക്ക് അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി കഴുകി കളയാവുന്നതാണ്. ഇങ്ങനെ ആഴ്ചയിൽ 1 പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഹെയർ ഗ്രോത്തിന് ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുക, പുറമേ ഇത് ചെയ്യുക, ഉള്ളിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു കടുകിൻ്റെ മിശ്രിതവും കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നല്ല രീതിയിൽ രക്തയോട്ടം കിട്ടിയിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മസാജ് ചെയ്യുക തന്നെ വേണം. അതും രാത്രിയിൽ മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട്. കിടക്കാൻ പോകുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ആയിട്ട് ഒരു ചെറിയ മസാജ് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഹെഡ് മസാജിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ആവണക്കെണ്ണയും അതുപോലെ നമുക്ക് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ആവണക്കെണ്ണ ഒരു 2 തുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒരു 3 തുള്ളി എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് നമ്മൾ എല്ലായിടത്തും ആവുന്നത്, അതായത് നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് തല താഴത്തേക്ക് ഇട്ടിട്ടുള്ള രീതിയിലുള്ള മസാജ് ചെയ്യണം. അതുപോലെ അല്ലാത്ത രീതിയിലുള്ള മസാജും കൂടെ ചെയ്തിട്ട് ഇത് നമ്മൾ കിടക്കുകയാണ്. എന്നിട്ട് രാവിലെ നമ്മൾ ഹെഡ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറെ ഗുണകരമാണ്. എന്നാലും നമുക്ക് സൈനസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നവർക്ക് ഒരുപാട് എണ്ണ യൂസ് ചെയ്യരുത്. ഒരു 2-3 തുള്ളി മാത്രമാണ് എടുക്കേണ്ടത്. അങ്ങനെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ തലവേദനയോ അല്ലെങ്കിൽ അലർജിക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പൊതുവേ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ അലർജിക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാര്യം പറയാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് രാത്രിയിൽ വെച്ച് ഉറങ്ങാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് 1/2 മണിക്കൂർ മുന്നേ ആയിട്ടെങ്കിലും ഈ ഒരു ഹെഡ് മസാജ് നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം കുളിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അവസാനമായിട്ട് വരുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായകരമാകുന്ന ഡയറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമുക്ക് ബയോട്ടിൻ, അതുപോലെ പ്രോട്ടീൻ, നമുക്ക് സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള മിനറൽസുകളും
പ്രോട്ടീൻസുകളൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് നമുക്ക് എല്ലാ ഇലക്കറികളിലും അടങ്ങിയിട്ടുണ്ട്. മുട്ട കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ ബയോട്ടിൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മധുരക്കിഴങ്ങ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ അവക്കാഡോ കഴിക്കുന്നത് വിറ്റമിൻ ഇ ലഭിക്കാൻ നല്ലതാണ്. ബദാം, വാൾനട്ട് മുതലായിട്ടുള്ള നട്ട്സുകൾ കഴിക്കുന്നത് നല്ലതാണ്. സീഡ്സുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുകയും അതുപോലെ നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മുടെ ഹെഡ് മസാജ് നമ്മൾ കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് വിടുക. അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഹെയറിന് നമുക്കൊരു പാക്ക് പോലെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഉള്ളിൽ നമുക്ക് ഇതുപോലെ 21 ദിവസം നമുക്ക് ഈ ഒരു കാര്യവും കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ചിലവുള്ള കാര്യങ്ങളല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യത്യാസം മനസ്സിലാവുന്നതാണ്. ഒരു മാസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് മുടി തീരെ വളരാത്ത സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.